സിനിമ ആഗ്രഹിക്കാതെ മോഹിക്കാതെ സിനിമയിലെത്തി വർഷങ്ങൾ സിനിമയിൽ തുടർന്ന നായികയാണ് മീര ജാസ്മിൻ. നാഷണൽ അവാർഡുകൾ ഉൾപ്പെടെ വിവിധ സംസ്ഥാന സർക്കാരുകളുടെ അവാർഡുകളും വാങ്ങിയ മീര ജാസ്മിൻ കരിയറിൽ നേടിയത് അവാർഡുകളുടെ പെരുമഴക്കാലം തന്നെയാണ്. ഏത് കഥാപാത്രവും അനായാസേന കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അഭിനേത്രി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. സിനിമാ കഥ പോലെയാണ് മീര ജാസ്മിന്റെ ജീവിതം എന്ന് പറയുന്നതിൽ തെറ്റില്ല. കസ്തൂരിമാൻ എന്ന ഒറ്റപ്പടം മാത്രം മതി മീരയുടെ റേഞ്ച് മനസ്സിലാക്കാൻ. കരിയർ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് സ്റ്റാർഡം പോയ താരമാണ് മീര. മീരയും നയൻതാരയും ഒരേ സമയത്താണ് സിനിമയിൽ വന്നത്. മീരയും ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങി സൗത്ത് ഇന്ത്യൻ സിനിമ ഭരിച്ചിരുന്നു. എന്നാൽ വഴിയിൽ ചിലയിടങ്ങളിൽ മീരയ്ക്ക് കാലിടറി. സിനിമയിൽ നിന്ന് നല്ല അവസരങ്ങൾ വരാതെയായി. എന്നാൽ നയൻതാര കൃത്യമായ ചുവടുകൾ വെച്ച് മുന്നേറി. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർഡമുള്ള താരമാണ് നയൻതാര. സിനിമയിൽ ചുവടുറപ്പിച്ച കാലം മുതൽ തന്നെ തന്റെ നിലപാടുകളും ഇഷ്ടങ്ങളും മുഖം നോക്കാതെ പറയുന്ന നടി കൂടിയാണ് മീര. അത് പലപ്പോഴും താരത്തെ വിവാദങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. സെറ്റിലെ നടിയുടെ പെരുമാറ്റവും പലപ്പോഴും ചർച്ചാ വിഷയമായതാണ്. തുടരെ പരാജയങ്ങൾ സംഭവിച്ചപ്പോൾ കുറച്ചുകാലം സിനിമയിൽ നിന്ന് മീര വിട്ടുനിന്നു. 2022 മകൾ എന്ന സിനിമയിലൂടെയാണ് തിരികെ വന്നത്. ഇപ്പോൾ സിനിമാ തെരഞ്ഞെടുപ്പിൽ അതീവ ശ്രദ്ധാലുവാണ് താരം. ഇപ്പോഴിതാ മീരയുടെ പഴയൊരു അഭിമുഖം കുത്തിപ്പൊക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ദാമ്പത്യം, ഫെമിനിസം എന്നിവയെക്കുറിച്ചെല്ലാം മീര സംസാരിക്കുന്ന വീഡിയോ ആണിത്. ജോണി ലൂക്കോസിന്റെ നേരെ ചൊവ്വയിൽ അതിഥിയായി എത്തിയപ്പോഴുള്ളതാണ് വൈറൽ വീഡിയോ. ലേഡീസ് വളരെ പവർഫുൾ ആണ്, അവരുടെ ഫ്രീഡം എല്ലാം ഉണ്ടല്ലോ. കല്യാണം ആലോചിക്കുമ്പോൾ തന്നെ പയ്യന് ഉയരക്കൂടുതലും പെണ്ണിന് ഉയരക്കുറവുമായിരിക്കണം, അതാണ് രസം കാണാൻ. അതുപോലെ പുരുഷന്മാർക്ക് നമ്മൾ കൊടുക്കേണ്ട ഡോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഭംഗിയുണ്ട്. പിന്നെ സ്ത്രീകൾ അനുഭവിക്കേണ്ടതായ ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് അവർക്ക് വേണം. പക്ഷെ എനിക്കെപ്പോഴും ഒരു പുരുഷന്റെ ഡോമിനേഷൻ എന്ന് ഒരിക്കലും അതിനെ പറയില്ല. അവരുടെ ചിറകിൻ കീഴിലിരിക്കാൻ എനിക്കിഷ്ടമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഭർത്താവ് അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഷെയർ ചെയ്ത് അവരെ ഭക്തിയോടെ നമ്മൾ കാണുക എന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ സ്ത്രീയാണ്, എനിക്കും തുല്യമായ അവകാശം വേണം. തുല്യ അവകാശം ചോദിച്ചു വാങ്ങേണ്ട കാര്യമല്ല, അത് നമ്മുടെ ബന്ധത്തിൽ നിന്ന് നാച്ചുറലി വന്നു ചേരേണ്ട കാര്യമാണ്. ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല എന്നാണ് മീര പറയുന്നത്. 8 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് അഭിമുഖമെന്നും അന്നത്തെ സാഹചര്യത്തിൽ മീര അത് പറഞ്ഞ് കാണുമെന്നും എന്നാൽ ഇന്ന് ചോദിച്ചാൽ ആ പ്രസ്താവന നടി വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയില്ല എന്നാണ് വീഡിയോയ്ക്ക് വന്ന പ്രതികരണങ്ങൾ. മീര തന്നെയാണോ ഇതെല്ലാം പറഞ്ഞതെന്നോർത്ത് അതിശയപ്പെടുന്ന ആരാധകരെയും കമന്റ് ബോക്സിൽ കാണാം. അബ്യൂസീവായ ദാമ്പത്യം അനുഭവിക്കുന്നതിന് മുമ്പ് മീര പറഞ്ഞതാകും ഇതെല്ലാം. ഇപ്പോൾ നടി വിവാഹമോചിതയാണ്. കാഴ്ചപ്പാടിൽ മാറ്റം വന്നു കാണും, തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ടാകുമെന്നും ചിലർ കുറിച്ചു. 2014 മീരയുടെ വിവാഹം. ദുബൈയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അനിൽ ജോൺ ടൈറ്റസ് ആണ് മീരയെ താലി ചാർത്തിയത്. എന്നാൽ ഇരുവരും ഒരുമിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ദാമ്പത്യത്തെക്കുറിച്ച് മീര എവിടെയും സംസാരിക്കാറില്ല.